ഹരേ കൃഷ്ണ. കൃഷ്ണ ഭക്തർക്ക് കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും വൃന്ദാവനത്തിലെയൊക്കെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലേ. ഇന്ന് നമുക്കൊരു കഥ പറയാം. ഒരു കള്ളൻ്റെ കഥ. വൃന്ദാവനത്തിലേക്ക് വന്ന ഒരു കള്ളൻ്റെ കഥ. വൃന്ദാവനത്തിലെ ഐശ്വര്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ കള്ളൻ ഒരു ദിവസം തീരുമാനിച്ചു വൃന്ദാവനത്തിൽ കയറി മോഷ്ടിക്കാമെന്ന്. അങ്ങനെ അർദ്ധരാത്രി ഒരു ഗോപികയുടെ വീട്ടിൽ കയറി തിരച്ചിലാരംഭിച്ചു. ഭദ്രമായി സൂക്ഷിച്ച ഒരു ചെപ്പ് കണ്ടെത്തി. അതിൽ വിലപിടിപ്പുള്ള എന്തോ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അതുമാത്രം എടുത്തു. എന്നിട്ട് മറ്റൊരു ഗോപികയുടെ വീട്ടിലേക്ക് കയറി. ആ ഗോപികയുടെ വീട്ടിൽ നിന്നും ഇതേപോലെ ഭദ്രമായി സൂക്ഷിച്ച ചെപ്പ് കണ്ടെത്തി. ഇതൊക്കെ കണ്ടപ്പോൾ കള്ളന് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ, ചെപ്പിൽ ഭദ്രമായി സൂക്ഷിച്ചതിൽ എന്തോ വല്ല വൈഡൂര്യം, വജ്രം, രത്നങ്ങളൊക്കെ ആവുമെന്ന് കരുതിയിട്ടാണ് കള്ളൻ അത് എടുത്തത്. മറ്റൊന്നും എടുക്കാതെ അതുമാത്രം എടുത്തത്. അങ്ങനെ കുറേ ഗോപികമാരുടെ വീട്ടിൽ കയറി പരിശോധിച്ചപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ചെപ്പുകൾ കിട്ടി. ഈ ചെപ്പുകളെല്ലാം ഒരു ഭാണ്ഡത്തിലാക്കി കള്ളൻ നേരം പുലരുന്നതിന് മുമ്പ് അടുത്തുള്ള വനത്തിലേക്ക് ഓടി. കള്ളന് സമാധാനമായി. ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടി. ഇനി അത് വജ്രമാണോ വൈഡൂര്യമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഓരോ ചെപ്പും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഒരു ചെപ്പ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു തുണി കൊണ്ട്, അതായത് ഒരു പട്ട് തുണിയിൽ പൊതിഞ്ഞൊരു കെട്ട് കണ്ടു. അതഴിച്ച് നോക്കിയപ്പോൾ മറ്റൊരു തുണി, അതും ഭദ്രമായി കെട്ടിയിട്ടുണ്ട്. കള്ളന് വളരെ സന്തോഷമായി. അത്രയും വിലപിടിപ്പുള്ള എന്തോ ആണ് അതിനകത്തെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും ഭദ്രമായൊന്നും സൂക്ഷിക്കില്ലല്ലോ. ഓരോ കെട്ടും അഴിച്ചഴിച്ച് അവസാനം കിട്ടിയത് ഒരു മയിൽപ്പീലി. കള്ളന് വെപ്രാളമായി. അടുത്ത ചെപ്പുമെടുത്ത് വേഗം തുറന്നപ്പോൾ ഇതേപോലെ കുറേ തുണി ഭദ്രമായി കെട്ടി സൂക്ഷിച്ച് പൊട്ടിയ ഒരു ഓടക്കുഴൽ കഷ്ണം കിട്ടി. കള്ളന് ദേഷ്യം വരാൻ തുടങ്ങി. ഓരോ പട്ടുതുണിയും അഴിച്ച് പരിശോധിച്ചപ്പോൾ കണ്ടത് പൊട്ടിയ കുപ്പിവള, പൊട്ടിയ മാലയുടെ മുത്തുകൾ, ചെറിയ ശംഖ്, മൺപാത്രത്തിൻ്റെ ഒരു പൊട്ടിയ കഷ്ണം. ഇതൊക്കെ കണ്ട കള്ളന് ആശ്ചര്യത്തോടൊപ്പം നിരാശനുമായി. കള്ളൻ ചിന്തിച്ചു, എന്തിനായിരിക്കും ഈ ഗോപികമാർ ഈ കളയേണ്ട വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചത്? അതും ഇത്രയും സുരക്ഷിതമായി. കള്ളന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഇത്രയും സുരക്ഷിതമായി ഈ നിലവറകളിലൊക്കെ ഈ പൊട്ടിയ വസ്തുക്കൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്തിനാണെന്ന് ഉള്ള ആകാംക്ഷയായി കള്ളൻ. ഇതൊന്നും അറിയാനുള്ള ആകാംക്ഷയായി. വരും വരായികളൊന്നും ചിന്തിക്കാതെ കള്ളൻ ഗോപികമാരുടെ ഗൃഹം ലക്ഷ്യമാക്കി നടന്നു. വൃന്ദാവനത്തിലെത്തിയ കള്ളൻ കണ്ടത് നിരവധി ഗോപികമാർ കൂട്ടമായി നിന്ന് അവരുടെ വീടുകളിൽ ഉണ്ടായ കവർച്ചയെപ്പറ്റി ഉറക്കെ സംസാരിക്കുന്നു. ചില ഗോപികമാർ കരയുന്നു. ഈ കള്ളൻ നേരെ ഗോപികമാരുടെ അടുത്തേക്കാണ് പോയത്. അപരിചിതനായ ഒരാളെ കണ്ട ഗോപികമാർ ആകാംക്ഷയോടെ അയാൾക്ക് ചുറ്റും കൂടി. അയാൾ പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ വീടുകളിൽ മോഷ്ടിക്കാൻ വന്ന കള്ളൻ ഞാനാണ്. നിങ്ങളുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളുമായിരിക്കുമെന്ന് കരുതി നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച ചെപ്പുകൾ ഞാനാണ് എടുത്തത്. പക്ഷേ എനിക്ക് വളരെയേറെ നിരാശയായി. എനിക്ക് ഒന്നറിയണം, എന്തിനാണ് നിങ്ങൾ ഈ വിലപിടിപ്പില്ലാത്ത പൊട്ടിയ പാത്രങ്ങളും മയിൽപ്പീലി തുണ്ടുകളും വളപ്പൊട്ടുമൊക്കെ ഇത്രമാത്രം ഭദ്രമായി സൂക്ഷിച്ചത്? അത് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള അവരുടെ ചെപ്പുകളടങ്ങിയ ഭാണ്ഡം തറയിലെറിഞ്ഞു. തറയിൽ വീണ മാത്രയിൽ അവർ ഓടി വന്ന് മത്സരിച്ച് അവരവരുടെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഒരു ഗോപിക പറഞ്ഞു, ഓ ദൈവമേ, എൻ്റെ ഓടക്കുഴൽ കഷ്ണം കിട്ടി. മറ്റൊരു ഗോപിക, ഓ എൻ്റെ മയിൽപ്പീലി കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ തങ്ങളുടെ വളക്കഷ്ണങ്ങളും പൊട്ടിയ മൺപാത്ര കഷ്ണവും എല്ലാം മത്സരിച്ചെടുത്തു. എല്ലായിടത്തും ആഹ്ലാദത്തിൻ്റെ ആർപ്പ് വിളി ഉയർന്നു. സാധനങ്ങൾ പെറുക്കിയെടുത്ത ശേഷം അവർ കള്ളന് ചുറ്റും കൂടി. എന്നിട്ട് അവരുടെ വളകളും മൂക്കുത്തിയും മാലകളും അഴിച്ചു മാറ്റി ഒന്നൊന്നായി കള്ളന് സമ്മാനമായി നൽകി. തങ്ങളുടെ വില മതിക്കാനാവാത്ത വസ്തുക്കൾ തിരികെ തന്നതിന് നന്ദിയും പറഞ്ഞു. കള്ളൻ ഞെട്ടിപ്പോയി. ഗോപികമാരുടെ സ്നേഹം കണ്ടവൻ കരഞ്ഞുപോയി. അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പൊട്ടിയ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഇത്ര വിലപ്പെട്ടതാവുന്നത്? ഒന്ന് പറയാമോ എന്ന്. ഗോപികമാർ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെ കൃഷ്ണൻ്റെ വകയാണ്. ഞങ്ങളുടെ കണ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. മയിൽപ്പീലി കാണിച്ചിട്ടൊരു ഗോപിക പറഞ്ഞു, ഈ മയിൽപ്പീലി അവൻ ധരിച്ചതായിരുന്നു. മറ്റൊരു ഗോപിക പൊട്ടിയ മൺപാത്ര കഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വീട്ടിൽ വെണ്ണ മോഷ്ടിക്കാൻ വന്നപ്പോൾ അവൻ പൊട്ടിച്ച കലത്തിൻ്റെ കഷ്ണമാണ്. ഒരു മഞ്ഞപ്പട്ടിൻ്റെ കഷ്ണം കാണിച്ച് മറ്റൊരു ഗോപിക പറഞ്ഞു, ഇത് അവൻ എൻ്റെ വീട്ടിൽ വെണ്ണ മോഷ്ടിക്കാൻ വന്നപ്പോൾ അവനെ പിടിക്കാൻ നോക്കി, അപ്പോൾ അവൻ്റെ പട്ടുവസ്ത്രം കീറിയതാണ്. ഇതെല്ലാം അവർക്ക് കൃഷ്ണൻ്റെ കൂടെ സഹവസിച്ചപ്പോൾ കിട്ടിയതാണ്. ഇതെല്ലാം അവർക്ക് അതിരറ്റ സന്തോഷം നൽകുന്നു. ഇതെല്ലാം അവർക്ക് വിലയേറിയ സ്മരണയാണ്. പൊട്ടിയ വസ്തുക്കൾക്ക് പകരം ഗോപികമാർ അവരുടെ സ്വർണ്ണാഭരണം നൽകിയപ്പോൾ
അവർക്ക് കണ്ണനോടുണ്ടായ അഭൗമമായ സ്നേഹത്തിൻ്റെ ആഴം കള്ളന് മനസ്സിലായി. അവൻ്റെ കണ്ണിൽ കൂടി കുടുകുടാ കണ്ണീർ ഒഴുകി. അവൻ്റെ ഹൃദയം ഉരുകി. അവന് കൃഷ്ണനെ കാണാൻ കൂടുതൽ അറിയാനും ആഗ്രഹമുണ്ടായി. കൃഷ്ണനെക്കുറിച്ച് ഗോപികമാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മധുരയിലാണെന്ന് ഗോപികമാർ പറഞ്ഞു. കള്ളൻ മധുരയിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തി. കൃഷ്ണനെ കണ്ട മാത്രയിൽ തന്നെ പൊട്ടിക്കരഞ്ഞു. കള്ളൻ്റെ കണ്ണിൽ കൂടി ധാരധാരയായി കണ്ണീർ ഒഴുകി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണു. പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കള്ളൻ കഥകളെല്ലാം കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ കള്ളനെ അനുഗ്രഹിച്ചു. എന്നിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു, വൃന്ദാവനത്തിൽ ഒരു കള്ളൻ മതി എന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ കുഞ്ഞു കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അവരിലും കൃഷ്ണപ്രേമം നിറയട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.